അപ്രതീക്ഷിതമായത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആരായാലും ഒന്ന് പതറിപ്പോവും. നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അന്തം വിട്ട് ഓരോന്ന് അതിന് ബദലായിട്ട് ചെയ്യും. പലപ്പോഴും അത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. കേരളത്തിലെ CPM കാര്യത്തിൽ ഇപ്പോൾ അതാണ് ഏതാണ്ട് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണെന്ന് പലരും വ്യാഖ്യാനിച്ചു. അങ്ങനെ തന്നെയാണ് CPM കരുതിയത്. അവരുടെ നേതാക്കളും അങ്ങനെയൊക്കെ പറഞ്ഞതാ. സെമി ഫൈനലിൽ ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്, അപ്പൊ ഞങ്ങൾ തന്നെയായിരിക്കും കപ്പടിക്കുക എന്നൊക്കെ അവർ ഖ്യാതി പറഞ്ഞ് നടന്നതാ. പക്ഷെ അങ്ങനൊന്നും അല്ല കാര്യങ്ങൾ നടന്നത്. തെരഞ്ഞെടുപ്പ് എന്താ സംഭവിച്ചത്? CPM വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അത് കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ബ്ലോക്ക് പഞ്ചായത്ത് ആയാലും ജില്ലാ പഞ്ചായത്ത് ആയാലും ഗ്രാമപഞ്ചായത്ത് ആയാലും അവിടെയെല്ലാം വലിയ തിരിച്ചടി, പ്രതീക്ഷിക്കാത്ത പരാജയം CPM നേരിടേണ്ടി വന്നു. അത് മാത്രമല്ല സംഭവിച്ചത്, ന്യൂനപക്ഷങ്ങൾ ഏതാണ്ട് അപ്പാടെ CPM നിന്ന് വിട്ടുപോയി. കുറെ ന്യൂനപക്ഷ വോട്ടുകൾ അവർക്ക് കിട്ടുന്നതായിരുന്നു. അതൊന്നും ഇത്തവണ കിട്ടിയില്ല. ഏതാണ്ട് ആട്ടപ്പടലം ഇളകി അത് UDF അനുകൂലമായിട്ടാണ് വന്നത്. അപ്പോഴെന്താ വിചാരിച്ചത്? ഈ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടുമല്ലോ, BJP നമുക്കൊരു അന്തർധാരയുണ്ടല്ലോ, ചില ധാരണകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവരുടെ വോട്ട് കിട്ടിയേക്കുമെന്ന് വിചാരിച്ചതാ. അതിന് തൊട്ടു മുമ്പല്ലയോ ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുടെ കാര്യങ്ങൾ പുറത്തു വരുന്നത്. CPM നേതാക്കള് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്, അവരുടെ ആളുകള് അവിടുത്തെ കൈകാര്യകർത്താക്കളായിട്ട് ഇരിക്കുന്ന സമയത്ത് വലിയ തോതില് അയ്യപ്പന്റെ സ്വർണം, ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റി. അതിപ്പോ എവിടാണെന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. അതെവിടെ പോയി? രാജ്യത്തിന് പുറത്തേക്ക് വിട്ടോ അതോ ഉരുക്കി വിറ്റോ? അതൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല. പ്രതികളെ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തു, ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അറസ്റ്റ് അങ്ങോട്ട് നടക്കുന്നില്ല, വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ എന്തായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ സ്വർണ്ണക്കവർച്ചൊരു വലിയ ചർച്ചാ വിഷയമായി. ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ശതമാനം ആളുകൾ CPM-നെതിരായിട്ട് വോട്ട് ചെയ്തു. അവരങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവരുടെ വിശ്വാസം, അവരുടെ ആചാരങ്ങൾ, അവര് വലിയൊരു പുണ്യ കേന്ദ്രമായിട്ട് കരുതി ആരാധിക്കുന്ന ശബരിമലയിലെ ഭഗവാന്റെ സ്വർണമാണ് അടിച്ചുകൊണ്ടുപോയത്. അതാരാ കൊണ്ടുപോയത്? അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കാൻ, ദേവസ്വം ഭരിക്കാൻ, ശബരിമലയിലെ കാര്യങ്ങൾ നന്നായി നോക്കി നടത്താൻ നിയുക്തരായ ആളുകൾ തന്നെയാണ് കൊണ്ടുപോയത്. രാഷ്ട്രീയ നിയമനങ്ങളായിരുന്നു ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നിയമനങ്ങളും മറ്റും. അത് സ്വാഭാവികമായിട്ടും ആളുകളെ ആശങ്കാകുലരാക്കി, നിരാശരാക്കി. അവരുടെ വോട്ടുകൾ UDF-ന് ലഭിക്കുകയും ചെയ്തു. ഇതാ പറഞ്ഞത്, പ്രതീക്ഷിക്കാത്തത് പലതുമാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്ന്. ജയിക്കുമെന്ന് കരുതിയെടുത്തൊക്കെ തോറ്റുപോയി. കൊല്ലത്തെ പരാജയമൊക്കെ അവർക്ക് വലിയ, ഒരിക്കലും അങ്ങോട്ട് ദഹിക്കാൻ പറ്റാത്ത, അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തോൽവികളായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് അന്തം വിട്ട് ചില കാര്യങ്ങൾ ചെയ്തത്. CPM-ല് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളായ നേതാക്കളെക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉള്ളത് പാലം പണിക്കാർക്കാണ്. അതായത് എതിർ ശക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ള, അതിന് പാലത്തിലുള്ള പാലങ്ങൾ. നമ്മൾ ആദ്യം കണ്ട ഒരു പാലം ജോൺ ബ്രിട്ടാസ് ആയിരുന്നു, കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാ. അദ്ദേഹം പാലമാണെന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, പ്രതിപക്ഷമല്ല, അത് പറഞ്ഞത് BJP-യാ, കേന്ദ്രത്തിലെ ഭരണകക്ഷിയാ. അത് PM-ശ്രീ കരാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിനോ ഇടതുപക്ഷ മുന്നണിക്കോ CPM-നോ ഒട്ടും ദഹിക്കുന്നതായിരുന്നില്ല ഈ PM-ശ്രീ കരാറിലെ വ്യവസ്ഥകൾ. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അത് ഒപ്പുവയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാബിനറ്റിനോട് പോലും ആലോചിക്കാതെ, ഇടതുമുന്നണിയിൽ പറയാതെ, സ്വന്തം പാർട്ടിയിൽ പറയാതെ ഒരു തീരുമാനമെടുത്തു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അതിനൊപ്പം നിന്നു. ആ കരാർ അങ്ങനെ ഒപ്പുവെച്ചു. അത് വലിയ പ്രതിഷേധമായി, പ്രശ്നമായി. CPI അടഞ്ഞു. അവസാനം ആ കരാറിൽ നിന്നൊക്കെ പിന്മാറേണ്ടി വന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പാർലമെന്റിൽ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, ഇത് ഞങ്ങള് സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒപ്പുവെച്ചതാണെന്ന്. അതിനൊരു പാലമായിട്ട് പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് ആണെന്ന്. ബ്രിട്ടാസ് അദ്ദേഹമാണ് ഇതിനുവേണ്ടി, ഇതിന്റെ പിന്നില് പിണറായി വിജയന്റെയും അതുപോലെ തന്നെ BJP നേതാക്കളുടെയും ഇടയിൽ, അല്ലെങ്കിൽ മോദിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധങ്ങളില്, ചർച്ചകളിൽ പാലമായിട്ട് നിന്നത് അദ്ദേഹമാണെന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള പാലങ്ങൾക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. ഇപ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തില് ഒരു പ്രധാനപ്പെട്ട പാലം പണിക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രി VN വാസവനാണ്. അദ്ദേഹത്തിന്റെ ഇടപാട് NSS-ഉമായിട്ടാണ്. വാസവനും NSS-ഉമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, അദ്ദേഹം റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഈ വരുന്ന പാതയോരത്താണ് NSS-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് NSS-ഉമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ NSS-ഉമായി പാലം പണിയുന്നത് VN വാസവനാണ്. നേരത്തെ
അയ്യപ്പ സംഗമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ആദ്യം NSSന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് NSS അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. സുകുമാരൻ നായർ പോയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിനിധിയെ സമ്മേളനത്തിന് അയക്കുകയും ചെയ്തു. അങ്ങനെ അയ്യപ്പ സംഗമത്തിന് NSSന്റെ പിന്തുണ നേടിയെടുത്ത പാലം, അല്ലെങ്കിൽ അക്കാര്യത്തിൽ NSSുമായി ഒരു പാലം പണിത ആള് VN വാസവനായിരുന്നു. NSSനെ കൈകാര്യം ചെയ്യാൻ പറ്റിയ, അല്ലെ NSSലേക്ക് പാലം പണിയാൻ പറ്റിയ ഏതോ ഒരു പ്രത്യേകതരം സിമെന്റ് നമ്മുടെ വാസവൻ മേസ്ത്രിയുടെ കയ്യിലുണ്ടെന്നാണ് ആളുകൾ അടക്കം പറയുന്നത്. ഇപ്പോഴാ ഏറ്റവും അവസാനം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയങ്ങളൊക്കെ കഴിഞ്ഞു, അതിന്റെ പോസ്റ്റ്മോർട്ടങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ CPMന്റെ രീതിയിൽ പരാജയ കാരണങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു. അതിനുശേഷം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കവർ ചെയ്യണമല്ലോ, ഇതിനെ ഒന്ന് മറികടക്കണമല്ലോ. അതിനാണ് ഇപ്പോൾ CPMന്റെ നേതൃത്വത്തില് ഗ്രഹസന്ദർശന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നാലും എങ്ങനെ പെരുമാറണം എന്നൊക്കെ പാർട്ടി സർക്കുലറായിട്ട് പ്രവർത്തകരെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ സർക്കുലറിൽ പറയുന്ന രീതിയിലൊക്കെ ഓരോ വീട്ടിൽ ചെന്നിട്ട് പെരുമാറുന്ന ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത്രയും നല്ല പൊന്നും കൊടുത്ത ആളുകൾ ഈ സംസ്ഥാനത്തുണ്ടോ എന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ള സർക്കുലറുകളൊക്കെ ഇറക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഗ്രഹസന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വഴിക്ക് നടക്കുന്നു, അതങ്ങനെ നടക്കട്ടെ, പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അതിനെ കണ്ടാൽ മതി. മറ്റൊന്ന് CPM അല്ലെങ്കിൽ പിണറായി വിജയന്റെ അറിവോടുകൂടി, അല്ലെങ്കിൽ പിണറായി വിജയൻ നേരിട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഈ SNDP NSSനെ ഒന്ന് എത്തിപ്പിക്കുക എന്നുള്ളത്. നേരത്തെ തന്നെ SNDP മുസ്ലിം ലീഗിനെതിരായിട്ടും സതീശിനെതിരായിട്ടും കോൺഗ്രസിനെതിരായിട്ടും അവരുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി പ്രസ്താവനകൾ ഇറക്കി അങ്ങനെ കളമടക്കി വാഴുകയായിരുന്നു. പച്ചവെള്ളത്തെ പോലും തീപിടിപ്പിക്കുന്ന വർഗീയത, ആ ഒരു പ്രയോഗം ഇന്നലെയും നമ്മൾ നടത്തിയതാ. പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്ന വർഗീയതയാണ്, അല്ലെ വർഗീയ പ്രസംഗങ്ങളെ പ്രസ്താവനകളാണ് ഇതുമായി ബന്ധപ്പെടുത്തി നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സഖാവ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ഗെയിമിലേക്ക് നമ്മുടെ NSSനെയും കൂടെ പിടിച്ചിട്ടു. വളരെ ബോധപൂർവം ബുദ്ധിപൂർവം. നമ്മൾ മനസ്സിലാക്കുന്നത് അതിനും ഗവൺമെന്റും NSSും തമ്മിലൊരു പാലമായിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ VN വാസവൻ സഖാവാണെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു പത്രസമ്മേളനം സുകുമാരൻ നായർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാസവന്റെ ഒരു ഫോൺ സന്ദേശം അവിടേക്ക് വരികയുണ്ടായി. അതൊക്കെ ചില സൂചനകളാണ്. എന്താണെങ്കിലും ഈ ഒരു വർഗീയ അല്ലെങ്കിൽ സാമുദായിക ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലേക്ക് NSSനെ കൂടി അവര് ബോധപൂർവമായിട്ട് പിടിച്ചിട്ടു. അതാണ് ഈ അന്തം വിട്ട് നടത്തിയ കാര്യങ്ങളിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് നമ്മുടെ സജി ചെറിയാന്റെ പ്രസ്താവനയാ. സജി ചാൻ അങ്ങനെയൊക്കെ പറയുന്ന ആളാ കേട്ടോ. അച്ചായൻ വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം ഭരണഘടനയെ വരെ വിമർശിക്കും. അത് കുന്തമാണ്, കുടച്ചക്രമാണെന്നൊക്കെ പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. അതൊക്കെ തിരിച്ചു വന്നോളും, കിട്ടിക്കോളുമെന്ന് സഹിച്ചാൻ നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഒരു പ്രസ്താവന അങ്ങ് നടത്തി. അത് ഈ വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനയെക്കാള് ഗൗരവമുള്ളതായിരുന്നു, അല്ലെങ്കിൽ ഗുരുതരമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ വലിയ തോതിലുള്ള സാമുദായിക വിഭജനങ്ങൾ അല്ലെങ്കിൽ വേർതിരിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മലപ്പുറത്തേക്കും കാസർഗോട്ടേക്കും നോക്കൂ, അവിടെ ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ ഈ തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന്റെ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ്. ഒരു മന്ത്രിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ? CPM പോലൊരു ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവിന്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലാണോ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് മാത്രമല്ല, പിറ്റേന്ന് അതിനെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തു. മതേതര വിശ്വാസികളായ എല്ലാവരും പാർട്ടി ഭേദമന്യേ സജി ചെറിയാന്റെ പ്രസ്താവനയെ എതിർക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അപലപിക്കുകയാണ്, വിമർശിക്കുകയാണ് ചെയ്തത്. CPM പക്ഷേ 2 ദിവസം നിശബ്ദത പാലിച്ചു. അതേപ്പറ്റി ചോദിച്ചപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇത് മതി, ഇത്ര മതി എന്നായിരുന്നു. ഇപ്പൊ ഈ SNDPയും NSSും തമ്മിലുള്ള പുതിയ സഖ്യം, അല്ലെങ്കിൽ സജി ചെറിയാൻ പറഞ്ഞ രാഷ്ട്രീയ ധ്രുവീകരണം, മലപ്പുറം കാസർഗോഡ് അവരെ ജയിച്ചവര്, ഇതൊക്കെ ഈ പ്രസ്താവനകളൊക്കെ എപ്പോഴാണ് ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഈ നീക്കങ്ങളൊക്കെ കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി യോഗത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ചർച്ചയാക്കിയാൽ മതി, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ്. അത് പറഞ്ഞ് നാവ് വായിലിടുന്നതിന് മുമ്പാണ് NSSനെയും SNDPയും ചേർത്ത് ഒരു സാമുദായിക വർഗീയ കളിക്ക് CPM തയ്യാറായത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെയാണ് നമ്മുടെ സജി ചെറിയാൻ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള കൊടും വിഷം വമിക്കുന്ന ഒരു വർഗീയ പ്രസ്താവന നടത്തിയത്. അത് മാത്രമല്ല, തിരുവനന്തപുരത്ത് നടന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഇങ്ങനെ എല്ലാവരും അനവസരത്തില് പ്രസ്താവനകൾ നടത്തുന്നതിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകിയതുമാണ്. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ നിർദ്ദേശത്തെ, കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ കാറ്റിൽ പറത്തുകയാണ് സജി ചെറിയാൻ ചെയ്തത്. നമുക്കറിയാം CPM എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത്. പണ്ടുകാലത്ത് പാർട്ടിയുടെ കാര്യങ്ങൾ പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അത് എല്ലാ ദിവസവും ഇങ്ങനെ ടെലിവിഷൻ ചാനലുകാരുടെ മൈക്ക് കാണുന്നുണ്ടെ പറയാറുമില്ല.
വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചിലപ്പോൾ പാർട്ടിയുടെ കമ്മിറ്റികൾ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ മാത്രമാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ പാർട്ടിയെ പറ്റി മാധ്യമപ്രവർത്തകരുമായി സംവദിച്ചിരുന്നത്. കോൺഗ്രസ് അങ്ങനെ ആയിരുന്നില്ല. കോൺഗ്രസിലെ വാളെടുത്തവരെല്ലാവരും വെളിച്ചപ്പാടുമാരാ. അവർ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത് പണ്ടേയുള്ള രീതിയാണ്. പക്ഷെ CPM-ൽ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അടുത്ത കാലത്തായിട്ട് CPM-ൽ ആര് പറയുന്നതാണ് പാർട്ടിയുടെ യഥാർത്ഥ നിലപാട് എന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തോന്നുന്നവര് അഭിപ്രായം പറയും. അങ്ങനെ അഭിപ്രായം പറയുന്നവര് മുമ്പിൽ നിൽക്കുന്ന രണ്ടുപേരാണ് AK ബാലനും നമ്മുടെ സജി ചെറിയാനും. സജി ചെറിയാന്റെ ഏറ്റവും അവസാനത്തെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. CPM ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് അതിര് കടന്നുപോയി. ആ പ്രസ്താവനയ്ക്ക് ശേഷം വീണ്ടും അതിനെ ന്യായീകരിച്ചത് ശരിയായില്ല, തിരുത്തണം. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അത് തിരുത്തണം എന്ന നിർദ്ദേശം സജി ചെറിയാന് നൽകിയിരിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങളിലൊക്കെ തെളിഞ്ഞു നിന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ഈ നായരീഴവ സഖ്യവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനും അതുപോലെ സുകുമാരൻ നായരും NSSന്റെ ജനറൽ സെക്രട്ടറി അവരെ രണ്ടുപേരും നടത്തിയ പ്രസ്താവനകളിൽ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ലെന്ന് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു. അതുപോലെ തന്നെ VD സതീശൻ താനാകുന്ന മാൻപേടയെ വേട്ടയാടുകയാണെന്ന് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു. അവരെല്ലാവരും അസ്ത്രം ഓങ്ങിയത് VD സതീശന് നേരെയായിരുന്നു. വാസ്തവത്തിൽ രണ്ട് പ്രബലമായ സാമുദായിക സംഘടനകൾ VD സതീശനെ എതിർപക്ഷത്ത് നിർത്തുമ്പോൾ, ഇങ്ങനെ പ്രതിഷ്ഠിക്കുമ്പോൾ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ടാകാവുന്നതാണ്. പക്ഷേ നമ്മുടെ സജി ചെറിയാന്റെ ഈ അനവസരത്തിലെ പ്രസ്താവനയുണ്ടല്ലോ, ഈ വർഗീയ പ്രസ്താവന, അത് വാസ്തവത്തിൽ VD സതീശന് ഗുണകരമായിട്ട് ഭവിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ നായരീഴവ ഐക്യം സംബന്ധിച്ച പ്രസ്താവനകൾക്ക് അല്ലെങ്കിൽ നീക്കങ്ങൾക്ക് പിന്നാലെ സജി ചെറിയാന്റെ ഭാഗത്തു നിന്നൊരു വർഗീയ പ്രസ്താവന വന്നത് മതനിരപേക്ഷ കക്ഷികളെ ഒരുമിപ്പിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കോൺഗ്രസിലെ നേതൃത്വത്തിലും അതാണ് സംഭവിച്ചത്. എല്ലാ ആളുകളും സതീശന് പിന്തുണയുമായിട്ട് വന്നു. രമേശ് ചെന്നിത്തലയും K മുരളീധരനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും സതീശന്റെ നിലപാടുകളെ പിന്താങ്ങി. ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ VD സതീശന്റെ നിലപാടിനെ അംഗീകരിച്ചു. VD സതീശനാകട്ടെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇതുവരെ ഉയർത്തിപ്പിടിച്ചു പോന്നിരുന്ന നിലപാടുകളിൽ നിന്നോ നയങ്ങളിൽ നിന്നോ ഒരു തരിമ്പ് പോലും മാറാതെ ഉറച്ചു നിന്നു. അതേസമയം സാമുദായിക സംഘടനകളുമായിട്ട് വഴക്കിനില്ല അല്ലെങ്കിൽ സംഘർഷത്തിനില്ല എന്ന നിലപാട് സതീശൻ മുതൽ എല്ലാ കോൺഗ്രസ് നേതാക്കളും ഉയർത്തി പിടിക്കുകയും ചെയ്തു. വാസ്തവത്തില് ഈ സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും പ്രസ്താവന VD സതീശനെ ഒരു ഹീറോ ആക്കുകയാണ് ഉണ്ടായത്. നിലപാടുകളുള്ള ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രതിച്ഛായ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ രണ്ട് സാമുദായിക നേതാക്കളുടെ നിലപാടും ഒപ്പം തന്നെ സജി ചെറിയാന്റെ പ്രസ്താവനയും അദ്ദേഹത്തിന് കൂടുതൽ പ്രയോജനകരമായി മാറുകയും ചെയ്തു. അത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് NSS. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണ കുറിപ്പിറക്കുന്നതിന് നിർബന്ധിതനായി ഒരു പത്രക്കുറിപ്പ് ഇറക്കി. അതിൽ NSS പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ സുകുമാരൻ നായർ പറഞ്ഞിരുന്നത്, ഞങ്ങളെ SNDP-യുമായിട്ടുള്ള ഐക്യം സംബന്ധിച്ചു നടത്തിയ പ്രസ്താവന VD സതീശനെതിരല്ല, ഞങ്ങൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് ഒരു വിശദീകരണ കുറിപ്പ് പുറത്തിറക്കേണ്ടി വന്നു. ഇതിന്റെയൊക്കെ അനന്തരഫലം എന്ന് പറയുന്നത് CPM അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് വർഗീയ പ്രചാരണത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. അവരുടെ മതനിരപേക്ഷ ക്രെഡൻഷ്യൽസ് ഇന്ന് സംശയാസ്പദമായി മാറിയിരിക്കുകയാണ്. അവർ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. അവർക്ക് സാമുദായിക സംഘടനകളുള്ള നിലപാടിൽ കാതലായ മാറ്റം വന്നിരിക്കുന്നു. അവരിപ്പോൾ ന്യൂനപക്ഷത്തിനൊപ്പമല്ല നിൽക്കുന്നത്. അവർ എങ്ങനെയെങ്കിലും കുറച്ച് ഭൂരിപക്ഷ വോട്ടുകൾ നേടുന്നതിന് വേണ്ടിയുള്ള തത്രപ്പാടിലാണ് എന്ന് കൃത്യമായ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുകയാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ കായംകുളത്ത് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് 2012 സെപ്റ്റംബറിൽ. അന്നാണ് ആദ്യമായിട്ട് നായരീഴവ ഐക്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായത്. അന്ന് പിണറായി പറഞ്ഞത്, ഈ നീക്കം NSS-ഉം SNDP-യും ചേർന്നുള്ള ഈ നീക്കം ഒരു രാഷ്ട്രീയ അജണ്ട ആണ് എന്നാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ നായരീഴവ ഐക്യമെന്ന് പറയുന്നത് കേവലമായ ജാതി സംഘടനകളുടെ ഒരു യോജിപ്പല്ല, അവരുടെ ഒരു കൂടിവരവല്ല, അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ട പുറത്തു വരികയാണ്. അവർ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കണം എന്നും മറ്റും പറയുന്നുണ്ട്. ഇവിടെ അരാഷ്ട്രീയത വളർത്താനാണ് SNDP-യും NSS-ഉം പോലെയുള്ള ജാതീയ സംഘടനകൾ ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞത്.
അത് 2012 കാര്യമാണ്. ഇന്നിപ്പോൾ 2026 നമ്മളൊരു പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുമ്പോൾ CPM-ന്റെ നിലപാടുകൾ എത്രത്തോളം മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതേസമയം കോൺഗ്രസ് ആവട്ടെ മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്നു, സാമുദായിക സംഘടനകളുമായി പോരിനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു.